നമസ്കാരം. പ്രണയം, പ്രണയാന്ധത ഇതൊക്കെ മനുഷ്യനെ ചിലപ്പോൾ നയിക്കുന്നത് വലിയ തെറ്റുകളിലേക്കായിരിക്കും. ഒരുപക്ഷെ പകരം വയ്ക്കാൻ കഴിയാത്ത, അതുമല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ചില വലിയ തെറ്റുകളിലേക്ക് അത് നയിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരൊക്കെ കുറ്റക്കാരായി മാറുന്ന സവിശേഷമായ സാഹചര്യമുണ്ട്. ഇതേ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. വേറൊന്നുമല്ല, പൂനെയിലേക്ക് നമുക്കൊന്ന് പോകാം. പൂനെയിൽ ഒരു വിവാഹത്തിനുള്ള എൻഗേജ്മെൻറ്റ് നടക്കുകയാണ്. ഗംഭീരമായ രീതിയിൽ, ആർഭാടമായ രീതിയിൽ. കാരണം ആ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ആ വരൻ അതീവ സമ്പന്നനും വലിയൊരു വ്യവസായിയുമാണ്. ധാരാളം പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് നടക്കുന്നത് ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി മാസത്തിലാണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു ആർഭാടപൂർണമായ ഒരു വിവാഹ നിശ്ചയം. നിരവധി ആളുകളാണ്, വ്യവസായികളായിട്ടും അല്ലാതെയുമൊക്കെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നു. ആ ആളിൻ്റെ പേര് കേതൻ അഗർവാൾ എന്നാണ് ആ വരൻ്റെ പേര്. അപ്പം നിരവധി ആളുകൾ എത്തുന്നു. കേതൻ അഗർവാളിനെയും പ്രതിശ്രുത വധുവായ സിയ ഗോയലിനെയും അഭിനന്ദിക്കുകയും അവർക്കൊപ്പം ചേർന്ന് നിന്ന് ചിത്രമെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഗംഭീരമായ വിവാഹ നിശ്ചയ പാർട്ടിയുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അവർ പിന്നീട് കേതൻ അഗർവാളും സിയയും തമ്മിലുള്ള ആ ബന്ധം ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അത് ഇങ്ങനെ മാസങ്ങളായി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിവാഹപൂർവ്വ ബന്ധം ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ഈ സിയ ഗോയലിൻ്റെ ഒരു ബർത്ത്ഡേ സംഭവിക്കുന്നത്. ഒരു ബർത്ത്ഡേ ആകുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് സിയ ഗോയൽ. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, അതുമപ്പുറം തൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് എന്ത് കൊടുത്താലാണ് മതിയാവുക എന്ന് പറയുന്ന തരത്തിലുള്ള സ്നേഹമായിരുന്നു കേതൻ അഗർവാളിൻ്റെ ഹൃദയം നിറയെ ഉണ്ടായിരുന്നത്. അങ്ങനെ കേതൻ അഗർവാൾ ഇപ്പോൾ ഇവളുടെ, അതായത് ഈ സിയ ഗോയലിൻ്റെ ആ ബർത്ത്ഡേ അവരൊരുമിച്ചതിന് ശേഷം, അവർ തമ്മിൽ വിവാഹ നിശ്ചയത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ്. അത് വലിയ ആർഭാടപൂർവമായിട്ട് തന്നെയാണ് അത് ആഘോഷിച്ചത്. ആഘോഷിക്കുക എന്ന് പറയാൻ കഴിയില്ല, അതൊരു ഉത്സവമാക്കി തീർക്കാൻ കേതന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ സിയ ഗോയലിൻ്റെ ഉള്ളിൽ ഈ വിവാഹത്തിനോട് അത്ര താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. സമ്പന്നനാണ്, അതോടൊപ്പം തന്നെ വരൻ കാണാനും വലിയ കുഴപ്പമില്ലൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ കേതൻ അഗർവാളുമായുള്ള വിവാഹത്തിന് എന്തോ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പല ആവർത്തി ഈ സിയ ഗോയൽ ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് വേണ്ട രീതിയിൽ അങ്ങോട്ട് മെച്ചപ്പെട്ടില്ല എന്നുള്ളതല്ല, വേണ്ട രീതിയിൽ അത് ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. ആ വിവാഹം നിശ്ചയം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോയേ കഴിയൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സിയ എത്തി. എന്തുകൊണ്ടായിരിക്കാം സിയ ഈ രീതിയിൽ ചിന്തിച്ചത്? തനിക്ക് ഇത്രയും സമ്പന്നനായ, സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ ജീവിത പങ്കാളിയായി കിട്ടിയിട്ടും തള്ളിക്കളയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സിയയുടെ സഹോദരൻ സാഹിലിലേക്കാണ് എത്തി നിൽക്കുന്നത്. സാഹിലിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കേതൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അവിടെ ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവും, എന്നാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന, അത്ര വലിയ സമ്പന്നനൊന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് ഈ ചേതൻ ചൗധരി എന്ന് പറയുന്ന. ഈ ചേതൻ ചൗധരിയുടെ അദ്ദേഹത്തിനൊരു ചെറിയ ബേക്കറി ഒക്കെ ഉണ്ട്, ബോർമയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പല ബേക്കറികളിലേക്കും എത്തിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ സഹോദരൻ സാഹിൽ ഈ പറയുന്ന നമ്മുടെ ചേതൻ ചൗധരിയുമായി അടുപ്പത്തിലാവുന്നു. ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവുകയും അത് കണ്ടിട്ടും അവിടെ വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് വെച്ചൊക്കെയുള്ള ഒരു അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാഹിലും ചേതൻ ചൗധരിയും തമ്മിൽ ഒരു ബന്ധത്തിലെത്തുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി, സഹോദരനും അതോടൊപ്പം ഈ ചേതനും. അങ്ങനെ സുഹൃത്തുക്കളായതിനു ശേഷം ഇവർ വീട്ടിലേക്കൊക്കെ വരുന്നു. ആ സമയത്താണ് ഈ ചേതൻ ഇദ്ദേഹത്തെ കാണുന്നത്, അതായത് നമ്മുടെ സിയെ ഇടയ്ക്ക് കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു പരിചയപ്പെടുന്നു. സിയും ചേതനും തമ്മിലുള്ള പരിചയം പതുക്കെ വളരുകയാണ്. ഏകദേശം ഒക്ടോബർ മാസമൊക്കെ എത്തിയപ്പോൾ, 2025 ഒക്ടോബർ മാസമൊക്കെ എത്തിയപ്പോൾ ഇവർ തമ്മിലുള്ള ആ ബന്ധം ഒരു പ്രണയം എന്നുള്ള നിലയിലേക്ക് വഴിമാറുകയും ചെയ്തു. ആ പ്രണയം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയുമല്ല, ഇവരുടെ വീട്ടുകാർക്ക്, അതായത് സിയയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കേതൻ അഗർവാളിൻ്റെ വിവാഹാലോചന എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയായിരുന്നു. കാര്യം ഇത്രയും സമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മകളെ വിവാഹം ആലോചിക്കുമ്പോൾ തീർച്ചയായും ഏതൊരു അച്ഛനും അമ്മയും അതിൽ വീണുപോകും. അങ്ങനെ സ്വാഭാവികമെന്നോണം ഈ ചേതനുമായുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് അത്ര അറിയില്ല എങ്കിൽ തന്നെയും ഈ വിവാഹത്തിന് നിർബന്ധപൂർവ്വം ഈ കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തുകയായിരുന്നു സിയെ.
അങ്ങനെ സിയ ഇതെല്ലാം കഴിഞ്ഞു, വിവാഹ നിശ്ചയം കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള അടുപ്പം തുടർന്നു പോരുന്നു. അതങ്ങനെയാണല്ലോ, പ്രണയമല്ലേ. ഈ പ്രണയമാകുമ്പോൾ തീർച്ചയായിട്ടും പ്രണയത്തിൽ തിരിച്ച് വിവാഹം കഴിക്കാനെത്തുന്ന ചെറുപ്പക്കാർ മിക്കവാറും വില്ലൻ്റെ സ്ഥാനത്താണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിയയും ചേതനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് സാഹിൽ അറിയുന്നു. അപ്പോൾ സാഹിൽ വന്നിട്ട് പറഞ്ഞു, സിയ ഇത് നീ കാണിക്കുന്ന മോശമാണ്, കാരണം നിൻ്റെ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ചേതനും ആയിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയൊന്നുമല്ല. അതെങ്ങനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെ അത് നാണക്കേട് ഉണ്ടാക്കി തീർക്കുമെന്ന തരത്തിൽ സിയെ ഉപദേശിച്ചു നോക്കി. പക്ഷേ അതിലൊന്നും സിയ വീണുകൊടുത്തില്ല. സിയയ്ക്ക് അങ്ങനെ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഈ വിവാഹം വേണ്ട എന്ന് വെക്കാം എന്നുള്ളതായിരുന്നു സിയയുടെ ചിന്താഗതി. കാരണം അത്രത്തോളം ഒന്നും അടുപ്പം കാണിക്കാൻ അല്ലെങ്കിൽ കേതനുമായി അത്രത്തോളം അടുക്കാനൊന്നും സിയയ്ക്ക് കഴിഞ്ഞില്ല. കേതനെ സംബന്ധിച്ചിടത്തോളം കേതന് കിട്ടിയ ഏറ്റവും വലിയ ബന്ധമായി തന്നെ സിയയുമായുള്ള ബന്ധത്തെ കാണുകയും അവൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായ ഒരു മനസ്സുമായി നിൽക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനായി മാറുകയും ചെയ്തു. അപ്പോൾ അതിനിടയിലാണ് ചേതനുമൊത്തുള്ള ഈ ഒരു ബന്ധം സിയ തുടരുകയും ചെയ്യുന്നത്. അപ്പോൾ പല തവണ ആലോചിച്ചു ഇതെന്ത് ചെയ്യും. ഇനിയിപ്പോൾ ഒന്നുകിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എങ്ങനെയെങ്കിലും കേതനോട് ആവശ്യപ്പെടണം. പക്ഷേ കേതൻ അതിന് വഴങ്ങാൻ സാധ്യത വളരെ കുറവാണ്. കേതന് അത്രത്തോളം ഇഷ്ടമാണ് സിയെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും പുറത്ത് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വരും. അതായത് ചേതനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ടി വരും. അതിനുശേഷം ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ ഈ സിയ ഒരുപക്ഷെ ആലോചിച്ചിരുന്നു. പിന്നീട് സിയ ആലോചിച്ചു, ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട, ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടാക്കാം. അതായത് ഒരു കൊലപാതക ശ്രമം എന്ന് തോന്നുന്ന രീതിയിൽ കൊട്ടേഷന് ആളെ വിളിക്കാം. തന്നെ കൊണ്ട് ആ കേതനെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കി ചെയ്യാനൊന്നും കഴിയില്ല. കുറച്ച് ക്രൂരമായി പോയി എങ്കിലും വിചാരിച്ചു എവിടെയെങ്കിലും ഒരു അപകടമുണ്ടാക്കി കയ്യോ കാലോ, അതായത് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ വിവാഹ ദിവസം വരെയെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ കേതനെ മാറ്റി തീർക്കുക എന്നൊരു ചിന്താഗതി സിയയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ തൻ്റെ കാമുകനോടൊത്ത് ഏകദേശം 6 മാസക്കാലത്തോളം അവർ തമ്മിൽ നിരന്തരം ഏകദേശം 5000-ൽ കൂടുതൽ തവണ അവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അവരുടെ ഫോൺ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരം ചേതനുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു എങ്ങനെയാണ് നമ്മൾ കേതനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാം, ഒരു ചെറിയ അപകടം നടത്താം. ആ അപകടത്തെ തുടർന്ന് അദ്ദേഹം കിടപ്പിലാകുമല്ലോ. ആ കിടപ്പിലാകുന്ന സമയത്ത് ഈ വിവാഹത്തിലേക്ക് പോകാം എന്നൊക്കെ കരുതി. പക്ഷേ പിന്നീടാണ് ആലോചിച്ചത്, കേതൻ്റെ കുടുംബം വലിയ കുടുംബമാണ്, അവർക്ക് ധാരാളം പണമുണ്ട്. പണത്തിനോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പോലീസുകാരുമായിട്ടൊക്കെ വലിയ നല്ല അടുപ്പമുള്ള കുടുംബം കൂടിയാണ്. വലിയ സ്വാധീനം സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്രയും സ്വാധീനമുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്താനോ അപകടപ്പെടുത്താനോ അപായപ്പെടുത്താനോ ശ്രമിച്ചാൽ പിന്നീട് അത് തങ്ങൾക്ക് വലിയൊരു വിനയായി മാറും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതിനിടയിൽ പിന്നീട് ആലോചിച്ച് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും. പിന്നീട് കൊലപാതകം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആദ്യം ഒരു ഘട്ടത്തിൽ എങ്ങനെ കൊലപാതകം കൊലപാതകം നടത്താം എന്നുള്ള കാര്യം തീരുമാനിച്ചു. കാര്യം എങ്ങനെയെങ്കിലും നടത്താം. അതിനിടയിൽ ബാലിയിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇവരൊരുമിച്ച് ബാലിയിലേക്ക് ഒരു യാത്ര, അത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. പക്ഷേ അപ്പോഴും വേണ്ട എന്ന് കരുതി. ആ ബാലി യാത്രയൊക്കെ പോയി ഇനി അവിടെ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല, മറ്റു രാജ്യത്താണെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടുമല്ലോ, ഇവിടെ എന്തെങ്കിലും കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടാം എന്നൊക്കെയാണ് സിയ കരുതിയത്. പക്ഷേ ഇവർ തമ്മിലുള്ള ചേതനുമായി ഈ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ തീരുമാനിക്കുന്നത് ഇവിടെ ലോഹഗഡ് കോട്ടയിലേക്ക്, പൂനെയിലുള്ള ലോഹഗഡ് കോട്ടയിലേക്ക് ഒരു യാത്ര നടത്താം. അതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതൊരു ട്രെക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ആ ട്രെക്കിങ്ങിനെ പറ്റിയ ഏകദേശം അവിടെയൊക്കെ പോയി കഴിയുമ്പോഴേക്ക് 400 അടി താഴ്ചയുള്ള നല്ല താഴ്ചയുള്ള കൊക്കകളുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഈ കേതനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇവരൊരുമിച്ച് ഒരിക്കൽ ഒരു ട്രക്കിങ്ങിന് പോയി. ട്രക്കിങ്ങിനൊക്കെ വിളിച്ചാൽ പോകുന്ന കൂട്ടത്തിലാണ്. തന്നെയുമല്ല ഈ കേതനെ സംബന്ധിച്ചിടത്തോളം ട്രക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ട്രക്കിങ്ങിനൊക്കെ നിരന്തരം പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഈ കേതൻ. അങ്ങനെ കേതൻ പതിയെ തൻ്റെ പ്രതിശ്രുത വധുവായ അല്ലെങ്കിൽ താൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായ സിയെ വിളിച്ചപ്പോൾ ധൈര്യമായി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ നേരെ ഈ സിയ നടന്നു പോവുകയാണ്. അവരൊരുമിച്ച് ഇങ്ങനെ ട്രക്കിംഗ് നടത്തുന്ന കൂട്ടത്തിൽ ഇപ്പോൾ വെറുതെ ഒരു തട്ടിയിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് തള്ളിയിടുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന സിയ താഴേക്ക് ഇരിക്കുക, അതായത് തൻ്റെ കൈകൾ രണ്ടും ഫ്രീ അല്ല എന്ന് തോന്നുന്ന രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കയറി പിടിക്കാൻ കഴിയില്ലല്ലോ. ട്രക്കിങ്ങിനിടയിൽ കാല് വഴുതി അത്യഗാധമായ കൊക്കയിലേക്ക് വീണു എന്ന് പറയാം. അതോടൊപ്പം തന്നെ ആദ്യമൊന്ന് വീണപ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് ആദ്യത്തെ കൊലപാതക ശ്രമം അങ്ങനെയാണ് നടക്കുന്നത്.
അങ്ങനെ ഒരു പുല്ലുകളിലൊക്കെ കയറി പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കേതൻ തിരികെ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ കേതൻ അറിയില്ലായിരുന്നു ഇത് തനിക്ക് വെച്ചിട്ടുള്ള കെണിയാണ് എന്നുള്ള കാര്യം കേതൻ മറന്നുപോയി, അല്ലെങ്കിൽ കേതൻ അറിയില്ല എന്ന് പറയുന്നതാണ് ശരി. കേതൻ്റെ ഉള്ളിൽ വീണ്ടും ഈ ഒരു പറയുന്ന സിയയോടുള്ള പ്രണയം അവസാനിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാര്യം സിയയെ ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ കേതൻ സംശയിക്കുന്നില്ല. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യും, തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി സിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും കേതൻ അറിയില്ല. കേതനൊടുവിൽ രണ്ടും കൽപ്പിച്ച് ഈ കേതൻ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ട്രക്കിങ്ങിന് പോവാം. അങ്ങനെ ജൂൺ മാസം 18-ാം തീയതി അവർ വീണ്ടും ഒരു ട്രക്കിങ്ങിനായി പോവുകയാണ്. ആ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഏകദേശം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന ലോഹഗഡ് കോട്ടയുള്ളത്. അപ്പം ഈ ഒരു സ്കൂട്ടറിൽ ഈ കാമുകനായ ചേതൻ ചൗധരി എന്ത് ചെയ്തു, 90 കിലോമീറ്ററോളം സ്കൂട്ടർ ഓടിച്ച് ഇവർ പോയ വഴിക്ക് എത്തുകയും ചെയ്തു. സ്കൂട്ടർ ആക്കിയതിന് പ്രധാനപ്പെട്ട കാരണം, ഇനി കാറ് വല്ലതും ആക്കി കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുള്ളത് ഈ ടോൾ പ്ലാസകളിലൊക്കെ പണി കിട്ടും. ചിലപ്പോൾ അവിടെ പിടിച്ചിടാം, ചിലപ്പോൾ ക്യാമറയിൽ പതിയാനുള്ള സാഹചര്യം കൂടുതലാണ്. ക്യാമറ ഇല്ലാത്ത വഴികളിലൂടെ ഊടുവഴികളിലൂടെയൊക്കെ സ്കൂട്ടർ ആകുമ്പോൾ എളുപ്പത്തിൽ ഓടിച്ചു പോകാൻ സാധിക്കും എന്നുള്ള കാര്യം ചേതനും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്ലാനിങ് ചേതനും അതോടൊപ്പം തന്നെ സിയയും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അവിടേക്ക് എത്തുന്നു. അവിടേക്ക് എത്തിയ സമയത്താണ് ഇങ്ങനെ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ, അതായത് നമ്മുടെ കേതൻ അഗർവാൾ പെട്ടെന്ന് തന്നെ ആ ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. ഏകദേശം 400 അടി താഴ്ചയുള്ള കുഴിയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ വീണുപോയി. പക്ഷേ പെട്ടെന്ന് തന്നെ സിയ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. കാര്യം തൻ്റെ കൂടെ തനിക്കൊപ്പം വന്ന കേതൻ ഇതാ വീണിരിക്കുന്നു, കൊക്കയിലേക്ക് പോയിരിക്കുന്നു. തൻ്റെ എല്ലാ പ്രതീക്ഷകളും, താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, തന്നോടൊപ്പം ഉണ്ടായിരുന്ന, തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്ന തൻ്റെ പ്രതിശുദ്ധ വരൻ ദാ കൊക്കയ്ക്കുള്ളിലേക്ക് വീണിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. അവിടെ ഉണ്ടായിരുന്ന പിന്നെ ആ കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടി. പോലീസ് എത്തുന്നു. ഒടുവിൽ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ജീവനറ്റ നമ്മുടെ കേതൻ്റെ ശരീരം അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ കാൽ വഴുതി അതിലേക്ക് വീണു എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും സ്വാഭാവിക മരണം, ഒരു അപകട മരണം, അതിനപ്പുറത്തേക്ക് വേറൊരു പ്രാധാന്യവും കേതൻ്റെ മരണത്തിന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ കേതൻ അഗർവാളിൻ്റെ മൃതദേഹത്തിൻ്റെ സംസ്കാരമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അപ്പോഴാണ് അവരുടെ വീട്ടുകാർക്കൊരു തോന്നൽ, എൻ്റെ മകൻ നിരന്തരം ട്രക്കിങ്ങിന് പോകുന്ന ഒരാളാണ്, ഇതുവരെ ട്രക്കിങ്ങിനിടയിൽ അവന് യാതൊരു അപകടവും പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ മരണത്തിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട്. അവർ പോലീസിനോട് ചെന്ന് നേരിട്ട് പറഞ്ഞു. പോലീസ് പറഞ്ഞു, ശരി, തന്നെയുമല്ല ഇവർ സമ്പന്നരാണ്, അവർ ചെന്ന് പറഞ്ഞാലൊന്നും പോലീസുകാർക്ക് പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ പോലീസിനോട് ഈ വിവരം ചെന്ന് പറഞ്ഞു, തൻ്റെ മകന് ട്രക്കിങ്ങിൽ വലിയ പ്രാവീണ്യമുണ്ട്, അപ്പോൾ എൻ്റെ മകൻ ഒരിക്കലും കാൽ വഴുതി ഇത്രയും ആഴമുള്ള ഒരു കുഴിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആ കുട്ടിയിലും എനിക്ക് സംശയമുണ്ട് എന്ന് അവരുടെ പിതാവ് ചെന്ന് പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ തീരുമാനിച്ചു, ശരി, ഇത് അന്വേഷണം നടത്താം. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി. പലയിടങ്ങളിലെയും സി സി ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരുന്നു ആ അന്വേഷണം. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചു. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഒരു പാമ്പിനെ കണ്ടിട്ട് ഭയന്ന് കേതൻ ഇതുപോലെ കൊക്കയിലേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു മരക്കൊമ്പിൽ പിടുത്തം കിട്ടിയുകൊണ്ടാണ് അന്ന് കേതൻ രക്ഷപ്പെട്ടത്. അപ്പം ചോദ്യം ചെയ്യലിലൊന്നും വലിയ പ്രത്യേകിച്ച് സംശയമൊന്നും പോലീസിന് തോന്നിയില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കണ്ടെത്തി ഒരു മൂന്നാമതൊരാളുടെ സാന്നിധ്യം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ മൂന്നാമതൊരാൾ മറ്റാരുമായിരുന്നില്ല, ഒരു ഹുഡിയൊക്കെ ധരിച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഹുഡി ഒക്കെ ധരിച്ചുകൊണ്ട് മുഖമെല്ലാം മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. ഈ ചെറുപ്പക്കാരൻ പിന്നീട് ഈ പറയുന്ന വഴികളിലെല്ലാം, ചെറിയ CCTV ഉള്ളടങ്ങളിലെല്ലാം ഈ ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം കണ്ടിരുന്നു. പിന്നീട് ഈ ചെറുപ്പക്കാരൻ നടന്നു വരികയും ഈ പറയുന്ന കേതൻ അഗർവാളിനെ ഈ കൊക്കയിലേക്ക് തള്ളിയിടുന്നതും കണ്ടു. തള്ളിയിട്ടതിന് ശേഷം നടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഹുഡിക്കാരനെ സംശയിച്ചത് എന്ന് ചോദിച്ചാൽ, അതുവരെ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇത്രയും മൂടിക്കൊണ്ട്, മുഖമെല്ലാം മൂടി, ഹുഡിയൊക്കെ ധരിച്ചുകൊണ്ട് ഒരാൾ പോവുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രത്തോളം അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടായി തോന്നി. അപ്പോഴാണ് ശരിക്കും ഈ ഹുഡിക്കാരനോട് ഒരു സംശയം തോന്നിയത്. ആളറിയാതിരിക്കാൻ വേണ്ടി, മറ്റാരിലും തന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി, തനിക്ക് ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി നടത്തിയ ആസൂത്രണമായിരുന്നു ഈ ഹുഡിയും യാത്രയും എന്നുള്ള വിവരം കൃത്യമായി പോലീസിന് ബോധ്യപ്പെട്ടു. പിന്നീട് ആണ് ഇവരുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചു. ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ചേതൻ ചൗധരിയും സിയയും ഇവർ തമ്മിൽ നേരത്തെ മുതൽ തന്നെ അത്യഗാധമായ ഒരു ബന്ധത്തിൽ ആയിരുന്നു, പ്രണയബന്ധത്തിൽ തന്നെ ആയിരുന്നു. ആ പ്രണയബന്ധത്തിനിടയ്ക്ക് ഏകദേശം
ഇവർ തമ്മിൽ പ്രണയമായി ഈ വിവാഹത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഏകദേശം 5000-ലേറെ തവണ, അതായത് ഫെബ്രുവരി മുതൽ ഏകദേശം ഈ കൊലപാതകം നടക്കുന്ന ജൂൺ മാസം 18-ാം തീയതി വരെ 5000-ത്തിലധികം തവണയാണ് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നത്. ആ ഫോണിൽ സംസാരിച്ചിരുന്ന അത്രയും കോൾ റെക്കോർഡിങ്ങൾ എടുക്കുമ്പോൾ അത്രയും ഈ കൊലപാതകം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ആയിരുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ അവരിട്ടതായി പോലീസിന് മനസ്സിലായി. ഒടുവിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ കാമുകിയായ അല്ലെങ്കിൽ സിയെയും കാമുകനായ ചേതൻ ചൗധരിയെയും അങ്ങനെ പോലീസ് പിടിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ, തെളിവ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പ്രണയമെന്ന് പറയുന്ന ഒരു വികാരം നമ്മളെ വല്ലാതെ അന്ധന്മാരാക്കി തീർക്കുന്നു. ആ ആന്ധ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പോലും അറിയില്ല. ഒരുപക്ഷെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ പോലും നമ്മൾ വെറുപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നു. ഒരുപക്ഷെ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ പോലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന തരത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്നത് ഒരുപക്ഷെ അന്ധത നിറഞ്ഞ ഈ പ്രണയം തന്നെ ആയിരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു.